ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വിക സാറിൻ്റെ ഒരു 1 ഡേ സെമിനാർ ഉണ്ടായിരുന്നു. ഹോട്ടൽ അബാദ് പ്ലാസയിലായിരുന്നു. 23rd ഒരു മോഡലിനെ ഹിന്ദു ബ്രൈഡാക്കി മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. നമ്മുടെ മുമ്പിൽ ഹിന്ദു ബ്രൈഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ കാണിച്ചു തന്നായിരുന്നു. ഓരോ പ്രോഡക്റ്റും നമ്മളെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വരെ നമ്മളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. രാവിലെ 9:30 to 5 o'clock വരെയായിരുന്നു ക്ലാസ്. ഈ സ്നാക്സ് ഉണ്ടായിരുന്നു, ലഞ്ച് ഉണ്ടായിരുന്നു, ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനെടുത്തത് ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും ആയിരുന്നു, സാലഡൊക്കെ ആയിരുന്നു, ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 200ഓളം ബ്യൂട്ടീഷ്യൻസ്മാർ പങ്കെടുത്തായിരുന്നു ഈ സെമിനാറിൽ. പിന്നെ അതുകൂടാതെ ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറ് ബ്രേക്കിൻ്റെ ടൈമിൽ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിച്ചായിരുന്നു. പിന്നെ അതേ ഹിന്ദു ബ്രൈഡ്, ഒരു മോഡലിനെ ഹിന്ദു ബ്രൈഡാക്കി മാറ്റിയതാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. എല്ലാം ഈച്ച് ആൻഡ് എവരി ഐറ്റംസ് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് എഴുതിയെടുത്ത് ക്ഷമയോടുകൂടി പറഞ്ഞു തന്നു കേട്ടോ സാറ്. പിന്നെ അതേ ആ മോഡലിനെ നമുക്ക് റാം വാക്ക് ചെയ്യാനും അവർ റാം വാക്ക് ചെയ്തായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. ഹെയർ സ്റ്റൈൽ ചെയ്തത് ഷാഫി സാറായിരുന്നു കേട്ടോ. ഹെയർ സ്റ്റൈലാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തത്. അതായത് പഴയ മോഡലിൽ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെയാണ് ചെയ്തിരുന്നത്. അത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഇപ്പോൾ പുതിയ രീതിയിലാണ് നമ്മൾക്ക് ഈ സാർ പരിചയപ്പെടുത്തിയത്. ഒത്തിരി ആൾക്കാർ സെൽഫിയും അതുപോലെ ക്യാമറാമാന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇസ ഹെർബ്സാണ് ഇതിൻ്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ആ മോഡലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മളുടെ അടുത്ത് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിന്ന് തന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും നല്ല എലഗൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് എന്ന് പറയില്ല, അതായത് ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്ന രീതിയിലാണ് ആ മേക്കപ്പ് നമ്മളെ കാണിച്ചു തന്നത് കേട്ടോ. ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ റേറ്റ് നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്നു സാറ്. അതേ രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. പെട്ടെന്നാണ് നമുക്കത് ഒരാളെയും കൂടെ കിട്ടിയായിരുന്നു. രഞ്ജിമാർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിമാർ മാം ആ സമയത്ത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് നമുക്ക് സർപ്രൈസായിട്ട് ആ മാമും കയറി വന്നത്. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ പറ്റിയായിരുന്നു. കുറച്ച് നേരം നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്തായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ടിപ്പുകളും നമുക്കും പറഞ്ഞു തന്നായിരുന്നു രഞ്ജു മാം. അതെന്തോ ഷൂട്ടിന് വന്നപ്പോൾ പെട്ടെന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു മുസ്ലിം ബ്രൈഡിനെ കാണിച്ചു തന്നായിരുന്നു. അതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റാണ് കേട്ടോ. അതും ഉപയോഗിച്ച് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മേക്കപ്പ് കാണിച്ചു തന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സാറ് അത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്നത് സാറ് എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതിയെടുക്കാനായിട്ടുള്ള സാവകാശങ്ങളും എല്ലാം നമുക്ക് തന്നായിരുന്നു. ഒരു മുസ്ലിം ബ്രൈഡിനെ ആണെങ്കിലും ഹിന്ദു ബ്രൈഡിനെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് നമുക്ക് കാണിച്ചു തന്നത്. ഷാഫി സാറുമാണ് നമുക്ക് ആ മുസ്ലിം ബ്രൈഡ്സിനെയും ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തത്. ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൈന്യൂട്ട് ടിപ്പുകളാണെങ്കിലും നമുക്കതിൽ നിന്ന് നമുക്ക് കിട്ടിയായിരുന്നു. ബ്രൈഡ്സ് ആയിക്കോട്ടെ, മുസ്ലിം ബ്രൈഡിനെ എല്ലാം ഒരുക്കി കഴിഞ്ഞ് ശരിക്കും ആ കുട്ടി ഒരു ഹിന്ദു കുട്ടിയാണ്, പക്ഷേ അതിനെ മുസ്ലിം ബ്രൈഡാക്കി മാറ്റിയപ്പം ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ്സിന് പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്ന് മനസ്സിലായി. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടിയായിരുന്നു. 1 ഡേ സെമിനാർ കഴിഞ്ഞപ്പോൾ നമുക്ക് സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റും എല്ലാം നമുക്ക് തന്നായിരുന്നു കേട്ടോ. ഹാപ്പിയായി. താങ്ക് യു.